നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലി തയ്യാറാക്കിയാലോ? അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇതിനായിട്ട് 4 ഗ്ലാസ് ഇഡ്ഡലി ഒരു പാത്രത്തിലിട്ട് കൊടുക്കാം. അതിലേക്ക് 1 ഗ്ലാസ് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഒരു അര സ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കാം. 1/4 ഗ്ലാസ് ചവ്വരി ചേർത്ത് ഒരു 4 മണിക്കൂർ നേരം കുതിരാൻ മാറ്റി വയ്ക്കാം. കുതിർന്ന് വന്ന അരി നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് മാവ് അരച്ചെടുക്കാൻ, ചെറിയൊരു തരിതരിപ്പോടെ. ഇനി നമുക്കിതൊരു 8 മണിക്കൂറെങ്കിലും കുറഞ്ഞത് പുളിക്കാൻ മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതുപോലെ പൊങ്ങി വന്നതിന് ശേഷം പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ ഇഡ്ഡലി തട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് വെള്ളം തിളച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരം ആവിയിൽ വേവിച്ചെടുത്ത നല്ല സോഫ്റ്റ് ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ചാനലിലുണ്ട്, കണ്ടു നോക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. ഇനി നല്ലൊരു റെസിപ്പിയുമായിട്ട് വരാം. ബൈ.